ഫേസ് ഒന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കിയാലോ, ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റി ഡാർക്ക് സ്പോട്ട് എല്ലാം മാറ്റിയിട്ട്. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾക്കെല്ലാം സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിറയെ പേരും പറയുന്ന ഒരു കാര്യമാണ് ഞാൻ എങ്ങനെയാണ് വെളുത്തത്, അല്ലെ എൻ്റെ കളർ എങ്ങനെയാണ് മാറിയത്. ഞാൻ ഇതിനു മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞു, നമ്മുടെ എല്ലാം ആവശ്യം നന്നായിട്ട് വെളുത്തിരിക്കുക എന്നുള്ളതാണ്. വെളുക്കുക, അതാണ് ആവശ്യം. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ഒറിജിനൽ സ്കിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു ഭാഗം, നമ്മളുടെ ചെസ്റ്റിൻ്റെ ഭാഗത്തുണ്ടാകുന്ന കളറാണ്. ആ കളറാണ് നമ്മൾ വെയിലൊന്നും അടിക്കാതിരിക്കുന്നത് കൊണ്ട് ആ കളറാണ്, ആ കളറിനേക്കാളും കുറച്ചുകൂടെ മേലെയുള്ള ഒരു കളർ, അല്ലെങ്കിൽ അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം കളർ. പിന്നെ നമ്മുടെ സ്കിന്നിൽ പാടൊന്നുമില്ലാതെ, റാഷസ് ഒന്നുമില്ലാതെ വെക്കുക, നല്ല ഹെൽത്തി ആയിട്ട് നല്ല രക്തപ്രസാദമൊക്കെയുള്ള ചർമ്മമാണ് നമ്മുടെ സൗന്ദര്യം എന്ന് മനസ്സിലാക്കുക. ചിലർ പറയും ഞാൻ എങ്ങനെയാണ് വെളുത്തതെന്ന് പറയാം, എൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഓഫ് സ്കിൻ ജേർണിയിൽ ഇങ്ങനെയാണ് ഉണ്ടായത്. അത് കൂടുതലും മനസ്സിലാക്കേണ്ടത്, ആ ഒരു പഠിക്കുന്ന കാലത്ത് വെളിയിലൊക്കെ വെയിലത്തൊക്കെ ഇറങ്ങി കളിച്ചിട്ട് നമ്മൾ കോളേജിലോട്ടൊക്കെ പോകുമ്പോഴേ നമ്മൾ കുറച്ചൊന്ന് അകത്തോട്ട് ഒതുങ്ങും. ആ സമയത്ത് വെയിലധികം അടിക്കാഞ്ഞിട്ടാണ് അവരുടെ സ്കിന്നിന് കുറച്ച് നല്ല ടോൺ ഇമ്പ്രൂവ് ആകുന്നത്. പിന്നെ നിറയെ പേര് പറയും യൂട്യൂബ് തുടങ്ങിയപ്പോൾ ഇത്ര കളറില്ലായിരുന്നു, യൂട്യൂബ് തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ കളറായി. അതൊക്കെ എന്തുകൊണ്ടാണെന്നറിയാമോ? അവരവരുടെ സ്കിന്നിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ്. ശ്രദ്ധിക്കാൻ തുടങ്ങി, ക്യാമറയിൽ കൂടി നമ്മുടെ സ്വന്തം സ്കിന്നിനെ കാണാൻ തുടങ്ങി. നമ്മുടെ വീഡിയോ നമ്മൾ തന്നെ കാണൂല എന്ന് പറഞ്ഞ പോലെ നിങ്ങളും ഒരു കണ്ണാടി എടുത്തു വെച്ച് അല്ലെ ഫോണിൻ്റെ ക്യാമറ ഓണാക്കി നമ്മുടെ സ്കിന്നിൻ്റെ ഡിഫക്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഫെയർനെസ് കിട്ടാനുള്ള ഒരു ഫേസ് പാക്ക്, അല്ല ഒരു ഫേസ് ക്രീമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് വീഡിയോയിലേക്ക് പോകാം. വീഡിയോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. സ്കിന്നിനെ നന്നായിട്ട് ബ്രൈറ്റ് ആക്കുന്ന, ഫെയർ ആക്കുന്ന, നിറയെ ആന്റി ഓക്സിഡൻസ് ഒക്കെയുള്ള, നമ്മുടെ ഫേസിനെ സ്ലിം ആക്കി വെക്കാൻ കഴിവൊക്കെയുള്ള ഒരു ഓട്സ് ആണ് നമ്മൾ ഇന്ന് സ്കിൻ കെയറിലേക്ക് എടുക്കുന്നത്. ഓട്സ് വെച്ച് നമ്മൾ ഒരു ക്രീമാണ് ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ഓട്സ് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഞാൻ എടുത്തിരിക്കുന്ന 3 ടേബിൾ സ്പൂൺ റോൾഡ് ഓട്സ് ആണ്. ഏത് ഓട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അരച്ചെടുത്തിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അതായത് നമുക്ക് ഫൈൻ ആയിട്ടുള്ള ലിക്വിഡ് ആണ് വേണ്ടത്. ഒരു മസ്ലിൻ ക്ലോത്തോ അല്ലെങ്കിൽ ചീസ് ക്ലോത്തോ ഒക്കെ വെച്ചിട്ട് നമുക്കതിനെ ഒന്ന് അരിച്ചെടുക്കാം. ഡൈജഷൻ പ്രോബ്ലം ഉള്ളവർക്ക് ഇങ്ങനെ ഓട്സ് ഉണ്ടാക്കി മിൽക്ക് ഷേക്ക് ഒക്കെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇത് ഓട്സ് മിൽക്ക് ആണ്. ഈ ഓട്സ് മിൽക്കിനെ നമുക്ക് അടുപ്പിൽ വെച്ച് മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ക്രീമി കൺസിസ്റ്റൻസിയിലോട്ട് ആക്കിയെടുക്കണം. അടുത്ത ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് അവക്കാഡോ ഫ്രൂട്ട് ആണ്. എനിക്ക് കിട്ടിയ ഫ്രൂട്ട് അത്ര ഫ്രൂട്ട് ആയിട്ടില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ല ഫ്രൂട്ട് ആയിട്ടുള്ളത് എടുക്കുക. ഇത് ഓൺലൈനിൽ വാങ്ങിച്ചുകൊണ്ട് ചൂസ് ചെയ്യാൻ പറ്റാതെ പോയി. ഇത് കുറച്ച് കായാണ്, ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഏകദേശം ഒരു 1/2 കപ്പോളം വരുന്നുണ്ട്. നമുക്ക് ഈ അവക്കാഡോ ഒന്ന് ആ ഓട്സിന്റെ ക്രീം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സ്കിന്നിനെ ഒന്ന് ടോൺ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് റോസ് വാട്ടറും കൂടെ ഒഴിക്കുകയാണ്. നന്നായിട്ട് അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അതൊന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് കിട്ടും. ഇത് അത്ര തിക്ക് പേസ്റ്റ് അല്ല, കുറച്ച് ലിക്വിഡി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കുറച്ചൊരു വാട്ടറി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മുടെ ഫേസിലേക്ക് പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ റിങ്കിൾസ് ഒക്കെ ഉള്ളവർക്ക് കുറച്ചും കൂടെ സഹായമാകും. പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു സിട്രിക് ഫ്രൂട്ട് ആണ്. അത് ലൈം ആകാം, ഓറഞ്ച് ആകാം. സിട്രിക് ഫ്രൂട്ടിന്റെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഫ്രൂട്ട് നിങ്ങളുടെ ഏതാണോ അവൈലബിൾ അത് ചേർക്കാവുന്നതാണ്. ഒരു 1/2 ചേർത്താൽ മതിയാകും. അതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു 10 ഡ്രോപ്സ് റോസ് ഹിപ്പ് ഓയിൽ ആണ്. ഇത് സ്കിന്നിനെ ബ്രൈറ്റൻ ആക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കുന്ന, റിങ്കിൾസ് പോകുന്ന ഫൈൻ ലൈൻസിനെ ഒക്കെ മാറ്റുന്നതാണ്. പിന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന ജോജോബോ ഓയിൽ ആണ്. ഈ
ഈ ഒരു ലിക്വിഡ് ക്രീമിനെ നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യാവുന്നതാണ്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫേസ് ഒക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക ഇടുന്ന സമയത്ത്. എപ്പോഴും ഓർക്കുക, ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ മാത്രമേ എന്തും അപ്ലൈ ചെയ്യാവൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായോ? വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. അവക്കാഡോ എന്ന ഫ്രൂട്ട് നിങ്ങൾക്ക് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അവക്കാഡോയ്ക്ക് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അവക്കാഡോക്ക് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് പേരയ്ക്ക. പേരയ്ക്ക ഉപയോഗിക്കാം. പപ്പായ നല്ല പഴുത്ത് അതിൻ്റെ കറയൊക്കെ മാറി ഫ്രൂട്ടായിട്ടുള്ള പപ്പായ ആണെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിച്ച് നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറയൂ എങ്ങനെയുണ്ടെന്ന്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നിറയെ പേരും പ്രോഡക്റ്റ് വാങ്ങിച്ചു, നല്ല റിവ്യൂസ് പറഞ്ഞു. ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളൊക്കെ എന്നെ എത്ര സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞാൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. സോ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിനേക്കാളും 10 പടി മേലിൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിറയെ പേരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഒരു 50+ ആയി, 53 ആയി, അല്ലെങ്കിൽ 60+ ആയി, അല്ലെങ്കിൽ 70+ ആയി, 80+ ആയി, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾക്ക് എത്ര വയസ്സായാലും നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും നമ്മുടെ സ്വന്തമാണ്. അതിനെ ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ട് നടക്കുക എന്നുള്ളത് നമ്മുടെ അഹങ്കാരമാണ്. ഓക്കെ, നമ്മുടെ ആഗ്രഹം നമ്മൾ ചെയ്യുന്നു. വേറൊരാളുടെ മുഖത്ത് പോയി നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ മുഖവും നമ്മുടെ ശരീരവും നമ്മുടെ ഡ്രസ്സും നമ്മുടെ ഡ്രസ്സിങ് സെൻസും നമ്മളുടെ ഒരു ഫാഷൻ സെൻസും എല്ലാം നമ്മൾ നന്നായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമ്മളൊരു ആർട്ടിസ്റ്റാണ്. ഓക്കെ, നമുക്ക് അത്രയ്ക്കും കലാബോധം ഉള്ളത് കൊണ്ടാണ് നമ്മളെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത്. എല്ലാവർക്കും ബ്യൂട്ടി എന്ന് പറയുന്നത് ഏകദേശം ഒരേപോലൊക്കെ തന്നെയാണെന്ന് മനസ്സിലാക്കണം. മൂക്ക്, കണ്ണ്, വായ, അല്ലെങ്കിൽ ഒരു സ്കിൻ ടോൺ, ഏത് സ്കിൻ ടോണും ബ്യൂട്ടിഫുൾ ആണ്. തമിഴൊക്കെ വരുന്നു. ഏത് സ്കിൻ ടോണും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഡസ്കി സ്കിൻ ആവട്ടെ, കോമ്പിനേഷൻ സ്കിൻ ആവട്ടെ, കുറച്ച് ഇരുണ്ട സ്കിൻ ആവട്ടെ, അല്ലെങ്കിൽ നല്ല ഓവർ ഫെയർ ആയിട്ടുള്ള സ്കിൻ ആവട്ടെ, എല്ലാം ബ്യൂട്ടിഫുൾ ആണ്. അതിനെ എങ്ങനെ തുല്യപ്പെടുത്തി കൊണ്ടുപോകുക, അതിനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കഴിവെന്ന് പറയുന്നത്. നമ്മുടെ ഐബ്രോസിനെ നമ്മുടെ സ്കിന്നിന് മാച്ചാകുന്ന പോലെ വെക്കുക, നമ്മുടെ കണ്ണ് നമ്മളുടെ ഫേസിന് മാച്ചാകുന്ന പോലെ എഴുതുക. ചിലർക്ക് കൺമഷി മാച്ചാകും, ചിലർക്ക് മേലി മാത്രം എഴുതുന്നതാണ് മാച്ചാകുക, ചിലർക്ക് ലിപ്സ്റ്റിക്ക് ചില ഷെയ്ഡുകളൊക്കെ മാച്ചാകും, ചില ഷെയ്ഡുകളൊന്നും മാച്ചാവില്ല, ചിലർക്ക് ചില ഹെയർ സ്റ്റൈൽ മാച്ചാവും, ചിലത് മാച്ചാവില്ല. ഇതൊക്കെയും ഹെയർ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹെയറിനെയൊക്കെ നമുക്ക് വൃത്തിയായിട്ട് ഇടാനും ഈ സ്കിന്നിനെ നമുക്ക് വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതിനെയൊക്കെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ നമ്മൾക്കൊരു സന്തോഷം വരും, നമ്മൾക്കൊരു കോൺഫിഡൻസ് വരും. പക്ഷേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കാം. അതുപോലെ ഈ സ്കിൻ കെയർ ചോദിക്കുന്ന കുറച്ച് ഏജ് എന്ന് എനിക്ക് പറയാൻ തന്നെ ഇഷ്ടമല്ല, കുറച്ച് പേര് വളരെ ഒരു വിഷമത്തോടെയാണ് ചോദിക്കുന്നത്, എനിക്ക് ഇത്ര വയസ്സായി ഞാൻ സ്കിൻ കെയർ ചെയ്ത്. അങ്ങനെ ഒന്നും ഒരിക്കലും ആരും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യുക, നമ്മുടെ ബ്യൂട്ടിയെ കെയർ ചെയ്യുക, നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സന്തോഷമുള്ള വിധത്തിൽ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. ഓക്കെ, നമ്മൾ അത് ചെയ്യുന്നതിന് ആർക്കാണ് നഷ്ടം? ആരെയും ഉപദ്രവിക്കാതെ നമ്മൾ ഒരു സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ, ഒരു ഹെയർ കെയർ ചെയ്യുന്നുണ്ടോ, നമ്മളെ സന്തോഷമായിട്ട് കൊണ്ടു നടക്കുന്നുണ്ടോ, ഉപദ്രവമല്ലാതെ എല്ലാവർക്കും ഉപകാരമേ ഉണ്ടാകത്തുള്ളൂ. അത് റെസിപ്രോക്കേറ്റ് ചെയ്യും, അതായത് അത് പ്രതിഫലിക്കും മറ്റുള്ളവരിലേക്കും കൂടെ. നമ്മൾ ആയിട്ടിരിക്കുമ്പോൾ, നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ ആ പോസിറ്റിവിറ്റി നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുക. നെഗറ്റിവിറ്റി അല്ലല്ലോ നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത്, പോസിറ്റിവിറ്റി അല്ലേ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിഷമിക്കേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ മറ്റുള്ളവർക്കൊരു മാതൃകയും കൂടെ ആവുകയാണ്. ഡിപ്രഷനൊക്കെ മാറ്റി വെച്ചിട്ട്, മറ്റുള്ളവർ കുറ്റപ്പെടുന്നതൊക്കെ മാറ്റി വെച്ചിട്ട് നന്നായിട്ടിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ നിങ്ങൾ നന്നായി കഴിയുമ്പോൾ നിങ്ങളെ കാണാൻ കൊള്ളുന്നു, നിങ്ങളുടെ നല്ല ഗ്ലാമറായി നിങ്ങൾ കുറച്ചൊക്കെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആരെങ്കിലും തളർത്താനും വരും. അതിനെ മൈൻഡ് ചെയ്യരുത്. അവർ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും ഏറ്റവും വൃത്തികെട്ട ഒരു ഇതിലോട്ട് നിങ്ങളെ അവരെ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. അതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതൊക്കെ നമ്മളുടെ ബ്യൂട്ടിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണെന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത് അവർക്ക് അങ്ങോട്ട് അത്രയ്ക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട്, നിങ്ങളുടെ ലെവലിലേക്ക് കയറി വരാൻ പറ്റാത്തതുകൊണ്ട്, നിങ്ങൾ കുറച്ച് മേളിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ലെവലിലേക്ക് കയറി വരാൻ പറ്റാത്തവർ
പലതും പറയും. തിരിഞ്ഞ് താഴോട്ട് നമ്മളൊരു പടി കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മേളിലോട്ടുള്ള പടികളല്ലേ നോക്കുക, നമ്മൾ തിരിഞ്ഞ് താഴോട്ട് നോക്കുക എത്ര പടി താഴോട്ടുണ്ടെന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കുറേ താണ്ടി വന്നെന്നുള്ള അയ്യോ ഇത്രയും ഞാൻ കയറി വന്നല്ലോ. പക്ഷെ ചിലപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ തോന്നുന്നു, നമ്മൾ മേളിലോട്ട് കയറിക്കൊണ്ടല്ലേ ഇരിക്കുന്നത്. സോ എല്ലായിടത്തും ലൈഫിൽ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കണം. പിന്നിട്ട് വന്ന വഴികൾ കല്ലാട്ടെ മുള്ളാട്ടെ വാട്ട് എവർ ഇറ്റ് മേ ബി, അത് നമ്മുടെ കോൺഫിഡൻസ് ആണ്, നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ കേപ്പബിലിറ്റിയാണ്, നമ്മുടെ കഴിവാണ്. ആ കഴിവൊക്കെ കൊണ്ടാണ് നമ്മളിവിടെ വന്ന് നിൽക്കുന്നത്, ഇന്ന് ഈ സ്ഥലത്ത് വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ടുള്ള സ്റ്റെപ്പുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും തിരിഞ്ഞൊന്ന് നോക്കുന്നത് നല്ലതാണ്. എന്താണെന്നറിയോ, നമ്മുടെ വിജയത്തിനെ മെഷർ ചെയ്യാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ താണ്ടി വന്നല്ലോ, നമ്മൾ ഇവിടെയാണ് ഇന്ന് നിൽക്കുന്നത് എന്നറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞു നോക്കുന്നതും നല്ലതാണ് ചിലപ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്നെയും നിങ്ങളുടെ കൂടെ കൂട്ടിയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾ തരുന്ന സ്നേഹത്തിന് ഞാൻ എങ്ങനെയൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ലോകത്തോടും യൂണിവേഴ്സിനോടും നിങ്ങളോടും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. വേറൊരു കണ്ടന്റുമായി ഇന്നൊരു വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ.